ഇവിടെ പ്രേക്ഷകരെ നാളെ വീണ്ടും കാണാം എന്നതിന് പകരം ഇനി അടുത്ത വർഷം കാണാം എന്നൊരു ക്ലീശ തമാശ നമ്മളൊക്കെയും പറയുന്ന ദിവസമാണ് ഇന്നല്ലേ. വിപുലമായ ആഘോഷങ്ങളോടെ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ലോകം. 26 മണിക്കൂർ നേരം ഓരോ നിമിഷവും പുതുവർഷം പിറന്നുകൊണ്ടേയിരിക്കുന്ന ആഘോഷമാണ് എല്ലാ വർഷ അവസാനവും നടക്കുന്നത്. ഇന്ത്യയിലെത്തും മുൻപേ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പുതുവർഷം പിറന്നിട്ടുണ്ടാകും. ന്യൂ ഇയർ ആഘോഷിക്കുന്ന ലോകത്തെ ആദ്യത്തെയും അവസാനത്തെയും രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? നമുക്കൊന്ന് നോക്കി വരാം. വിവിധ രാജ്യങ്ങൾ, വ്യത്യസ്ത സമയമേഖലകൾ. അതിനാൽ തന്നെ ഓരോയിടത്തും പുതുവത്സരാഘോഷങ്ങളും പല സമയത്തായിരിക്കും. അന്താരാഷ്ട്ര ദിനാങ്കരേഖയ്ക്ക് തൊട്ടു പടിഞ്ഞാറുള്ള ഓഷ്യാനിയൻ രാജ്യമായ കിരിബാത്തിയിലാണ് ലോകത്തെ ഏറ്റവും ആദ്യം പുതുവർഷം എത്തുന്നത്. കിരിബാത്തിൽ പുതുവർഷത്തിന്റെ മണിമുഴങ്ങുമ്പോൾ ഇന്ത്യയിൽ സമയം വൈകിട്ട് 3:30 ആയിട്ടുണ്ടാകൂ. കിരിബാത്തിക്ക് കൗതുകകരമായ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ന്യൂ ഇയർ ആദ്യം എത്തുന്ന കിരിബാത്തി ദ്വീപ് അറിയപ്പെടുന്നത് ന്യൂ ഇയർ ദ്വീപ് എന്നല്ല, ക്രിസ്മസ് ദ്വീപ് എന്നാണ്. പരമ്പരാഗത നൃത്തം, വിരുന്ന്, പ്രാർത്ഥനാ ചടങ്ങുകൾ എന്നിവയോടെ ഇവിടെ ആളുകൾ പുതുവർഷം ആഘോഷിക്കുന്നു. കിരിബാത്തിയുടെ കിഴക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലാണ് പുതുവർഷം അവസാനമെത്തുന്നത്. കിരിബാത്തിയിൽ നിന്ന് 750 കിലോമീറ്ററോളം സഞ്ചരിച്ച് അമേരിക്കൻ സമോവയിലെത്തിയാൽ ഭൂതകാലത്തിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടി ന്യൂ ഇയർ ആഘോഷിക്കാം. കിരിബാത്തിക്ക് പിന്നാലെ ന്യൂസിലൻഡിന്റെ ഭാഗമായ ചാറ്റം ദ്വീപിലേക്ക് പുതുവർഷം എത്തും. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കും. ഇതോടെ ലോകം മുഴുവനും ആഘോഷങ്ങളിലേക്ക് കടക്കും. പിന്നാലെ ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടണിലെയും ഓക്ലൻഡിലെയും പുതുവർഷ വെടിക്കെട്ട്. ന്യൂസിലൻഡിന് ശേഷം ഓസ്ട്രേലിയയിലാണ് പുതുവർഷം എത്തുക. ഓസ്ട്രേലിയയിലെ മെൽബൺ, സിഡ്നി, കാൻബറ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സമയം 6:30 ആകുമ്പോഴേക്കും പുതുവർഷമാകും. ശേഷം ജപ്പാൻ, ചൈന, ഇന്ത്യ എന്നിങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളും 2026 സ്വീകരിക്കും. പുതുവർഷം ഏറ്റവും വൈകിയെത്തുന്നത് അമേരിക്കയിലെ ബേക്കർ ദ്വീപ്, ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ്. നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 ഇവിടെ പുതുവർഷം പിറക്കുക. സ്പെയിനിൽ 12 മുന്തിരികൾ കഴിച്ചാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്. 108 മണിമുഴക്കത്തോടെയാണ് ജപ്പാനിലെ പുതുവർഷം. ബ്രസീലിൽ വെള്ള വസ്ത്രം ധരിച്ച് കടലിൽ പൂക്കൾ ഒഴുക്കുന്നതാണ് പ്രധാന ആചാരം. സ്കോട്ട്ലൻഡിലെ തെരുവോര പാർട്ടികളും സിഡ്നിയിലെയും ബുർജ് ഖലീഫയിലെയും ന്യൂ ഇയർ വെടിക്കെട്ടുകളും ലോക പ്രശസ്തമാണ്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ എല്ലാ സമയമേഖലകളിലും പുതുവർഷം എത്താൻ 26 മണിക്കൂർ എടുക്കും. ആഘോഷങ്ങളുടെ ആഗോളയാത്രയിലെ ഈ വൈവിധ്യം തന്നെയാണ് പുതുവർഷത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.